ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 48 വായിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 7 വരെ ചൊല്ലി. കാരണം ഭഗവാൻ ഉരലും കൊണ്ട് വലിച്ചുകൊണ്ട് പോയപ്പോൾ ബന്ധം നടന്നു ചെന്നപ്പോൾ 2 മരങ്ങൾ ചെന്ന് ഉടക്കി. മരങ്ങൾ പുഴുതു വീണപ്പോൾ അവിടെ അതിതേജസ്വികളായ 2 യക്ഷന്മാർ ശാപഗ്രസ്തരായി നിന്നിരുന്ന കുബേരസുതന്മാർ, നളകൂബര മണിഗിരിവന്മാരാണ് അത് കുബേരസുതന്മാരെന്ന് പറയുന്നത്. അങ്ങനെ അവർ ആ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് അല്ലയോ കൃഷ്ണ, ഗോവിന്ദ, ഗുരുവായൂരപ്പ എന്നിങ്ങനെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിച്ചു. കാരണം അവർക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റിയല്ലോ. ആ ആനന്ദം കൊണ്ട് അവർ ഭഗവാനെ സ്തുതിച്ചു. നമുക്കും അങ്ങനെയല്ലേ, നമുക്കും പെട്ടെന്ന് ഭഗവാനോടൊന്നൊരു പ്രത്യേകത, ഒരു നാമം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ കണ്ണൻ്റെ നാമമാണ്. എത്ര മക്കളാണ് പറഞ്ഞത്, അയ്യോ എന്ത് നല്ലിയ ഭഗവാന്റെ നാമങ്ങൾ. അതുപോലെയാണ് ഭഗവാനെ ദർശിച്ചപ്പോൾ അവിടെ ഭഗവാനേ കൃഷ്ണ, അല്ലയോ ഗോവിന്ദ ഇങ്ങനെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കും. അതാണ് ഒരു ഭക്തൻ ചെയ്യുന്നത്. അവിടെ 2 മരങ്ങളായിട്ട് അനേക വർഷം നിന്ന് ഭഗവാനെ തന്നെ ധ്യാനിച്ച് എന്നാ ദർശനം കിട്ടാൻ പറ്റുന്നത് എന്ന് കരുതി അങ്ങനെ ഭഗവാനെ തന്നെ ഓർത്തോർത്ത് നിന്ന് അവസാനം ഭഗവാൻ അവിടെ അവതരിച്ചു. കണ്ണൻ അവർക്ക് ദർശനമുണ്ടായി. അവരതിൽ നിന്നെല്ലാം മുക്തനായി. അപ്പോഴാണ് ഭഗവാനോടുള്ള സ്നേഹവും ഒക്കെ വർദ്ധിച്ചത്. നമുക്ക് 8ാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം. ദശകം 48 8ാമത്തെ ശ്ലോകം. ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രാസാദ് ഭവത് അംഘ്രിം ആഗതൗ ഗതൗ പ്രണാനൗ ഖലു ഭക്തിം ഉത്തമാം. ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവത് അംഘ്രിം ആഗതൗ ഗതൗ പ്രണാനൗ ഖലു ഭക്തിം ഉത്തമാം. ഇവിടെ പറയുന്നു, ഈ ലോകത്ത് മറ്റു ദേവന്മാരെ ഭജിക്കുന്നവരും ക്രമേണ വിഷ്ണുപദത്തിൽ എത്തിച്ചേരുമെന്നത് നിശ്ചയം തന്നെ. മറ്റു ദേവന്മാരെന്ന് പറയുന്ന ഈശ്വരൻ ഏകനാണെങ്കിലും പല പല നാമത്തോടും രൂപത്തോടുമാണ് ലോകത്ത് ഉള്ളത്. ഭഗവാൻ പരമശിവൻ, പിന്നെ മഹാദേവി, ഇങ്ങനെ ഓരോരോ രീതിയിൽ നമ്മുടെ രൂപങ്ങളും നാമങ്ങളും മനുഷ്യൻ കൽപ്പിച്ചു. അപ്പോൾ ഏത് രൂപത്തിലായാലും ഇവിടെ ഭഗവാൻ വിഷ്ണുവിനെ മാത്രത്തിലേ ഇവിടെ ഇത് കിട്ടും. ഭക്തി ക്രമേണ വരുമ്പോൾ മുക്തിക്ക് ഇട കിട്ടുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് ഏത് ദേവന്മാരെ ആയാലും ക്രമേണ വിഷ്ണുപദത്തിൽ എത്തിച്ചേരും. എന്നാൽ ഈ ശിവഭക്തന്മാരാകട്ടെ, അതായത് നളകൂബര മണിഗിരിവന്മാർ ശിവഭഗവാന്റെ സേവകന്മാരായതുകൊണ്ട് അവർ ശിവഭഗവാനെയാണ് അവർ ആരാധിച്ചത്. അതുകൊണ്ട് ഇവിടെ നാരദമുനിയുടെ അനുഗ്രഹത്താലാണ് നിന്തിരുവഴിയുടെ തൃച്ചേവടികളിൽ എത്തിച്ചേർന്ന് ഉത്തമ ഭക്തി വരിച്ച് സ്വസ്ഥാനം പൂകിയത്. സ്വസ്ഥാനം വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിൽ നാം എല്ലാവരും എവിടെ ചെന്ന് ചേരേണ്ടുന്നത്? മൂലകാരണത്തിൽ പരമാത്മാവായ നാരായണൻ്റെ അടുക്കലാണ് ചെന്ന് ചേരേണ്ടുന്നത്. അവിടെ എങ്ങനെ സംഭവിച്ചു ഇത്? നാരദ മഹാമുനി മുഖാന്തരം. ഇവിടെ ശാപം കൊട്ടിട്ട് നാരദ മഹാമുനി എന്താ പിന്നെ അതിന് മോക്ഷം പറഞ്ഞത്? ഭഗവാനെ ദർശിക്കുമ്പോൾ നാരായണൻ അവതരിക്കും. അപ്പോൾ ആ നാരായണൻ ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മരങ്ങളായിട്ട് നിൽക്കുന്നതിൽ നിന്ന് മോചനം ഉണ്ടാകും. അപ്പോൾ ഭഗവാന്റെ സ്വസ്ഥാനം പോകാൻ പറ്റും. അതാണ് ഇവിടെ. അതുകൊണ്ടാണ് പരമേശ്വരനെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ നാരായണനെ ദർശിക്കാനും ആ ഭഗവാൻ അടുക്കലേക്ക് എത്തിച്ചേരാനും ഇവിടെ സാധിച്ചു. അതുകൊണ്ടാണ് ഏത് ദേവന്മാരെ ഭജിച്ചാലും ഒടുവിൽ വിഷ്ണു ഭഗവാനിൽ തന്നെ ചെന്ന് എത്തിച്ചേരും. അത് നിശ്ചയമാണ്. ഇവിടെ വൈഷ്ണവ ഭക്തിയുടെ മാഹാത്മ്യമാണ് കാണുന്നത്. വൈഷ്ണവ ഭക്തി വെച്ചാൽ നാരായണ ഭക്തി. ഭഗവാൻ നാരായണൻ, കൃഷ്ണൻ ഇതെല്ലാം ഒന്നാണ്. എല്ലാം പരമേശ്വരനൊക്കെ ഒന്നാണ്. പക്ഷേ ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങൾ വന്നതിൻ്റെ പേരിൽ രാജസവും താമസവും സാത്വികവും എടുത്തതിൻ്റെ പേരിൽ പരമേശ്വരന് തമോ ഗുണം ആയതുകൊണ്ടാണ് ഭഗവാൻ നാരായണൻ്റെ ഇത് മാത്രമേ നമുക്ക് അവസാനം ചെന്ന് എത്തിപ്പിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ വൈഷ്ണവ ഭക്തിയുടെ മാഹാത്മ്യത്തെയാണ് ഇവിടെ കാണുന്നത്. വിഷ്ണു അല്ലാത്ത മറ്റു ദേവന്മാരെ ഭജിച്ചാൽ ക്രമേണ മാത്രമേ മുക്തി ലഭിക്കൂ. ക്രമേണ
ഒരുപാട് കാലം കൊണ്ട് അതിൽ നിന്ന് നമ്മൾ തന്നെ അവസാനം എല്ലാം ഏകമാണ് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഭഗവാൻ വിഷ്ണുവിലേക്ക് തിരിയും. അതുവരെ നമ്മളിങ്ങനെ മറ്റു ദേവന്മാരെ ഭജിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ക്രമേണ ക്രമേണ എന്ന് പറഞ്ഞത്. എന്നാൽ വിഷ്ണു ഭജനം കൊണ്ട്, അത് ഭഗവാൻ നാരായണ ഭജനം കൊണ്ട് പെട്ടെന്ന് തന്നെ ലക്ഷ്യം നേടാം. ഇവിടെ കുബേരപുത്രർ ശിവഭക്തരായിരുന്നു. നാരദൻ്റെ അനുഗ്രഹത്താൽ വിഷ്ണു ദർശനം ലഭിക്കുകയും തന്മൂലം ലക്ഷ്യം കൈവരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ശിവഭക്തന്മാരായിരുന്നു. എന്നവിടെ നാരദ മഹാമുനി ആ ഒരു ശാപം കൊടുത്തിട്ട് അതിൽ നിന്ന് ഭഗവാൻ നാരായണൻ അവതരിക്കുമ്പോൾ ഭഗവാന് ദർശനം ലഭിക്കുമ്പോൾ മുക്തി കിട്ടും എന്ന് നാരദൻ അങ്ങനെ ശപിച്ചതുകൊണ്ടും അതിൻ്റെ മോചനം അങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ കിട്ടിയത്. അല്ലെങ്കിൽ അപ്പോഴൊന്നും ഈ മുക്തി നേടാൻ പറ്റുകയില്ല. ഭഗവാന്റെ ദർശനം കിട്ടാനൊരു കാര്യം ആരുണ്ടായി കൊടുത്തു? നാരദ മഹാമുനി. അല്ലെങ്കിൽ അപ്പോഴും അവർ ശിവഭഗവാനെ തന്നെ ഒരുപാട് കാലം ഭജിച്ചിരിക്കും. മുക്തി നേടാൻ പറ്റുമോ? ഭഗവാൻ നാരായണനിലേക്ക് തിരിയണം. ആ സ്വഭാവം, ആ സാത്വിക സ്വഭാവം എടുക്കണം. നമുക്ക് 9-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 9. തതസ്തരുദ്ധാരണ ദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വത് ജനനീ മുഖേഷിണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോഷത. തതസ്തരുദ്ധാരണ ദാരുണാരവ പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജ്ജിതത്വത് ജനനീ മുഖേക്ഷിണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത. അനന്തരം മരങ്ങൾ കടപുഴകി വീണ ഭയങ്കര ശബ്ദം കേട്ട് ഗോപന്മാർ ഓടിയെത്തിയപ്പോൾ ലജ്ജിച്ചു നിൽക്കുന്ന അവിടുത്തെ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നന്ദഗോപർ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന അങ്ങയെ, അതായത് കണ്ണനെ, ഉരലിൽ നിന്ന് കെട്ടഴിച്ചു മോചിപ്പിച്ചു. എന്നിട്ട് താൻ കൊടുത്ത ശിക്ഷയിൽ യശോദ ലജ്ജിച്ചു പോയി. കാരണം ഇത്രയൊക്കെ വരുമെന്ന് അവരറിഞ്ഞില്ലല്ലോ. എന്താണ് താൻ ചെയ്തത്? പിഞ്ചു കുഞ്ഞിനെ കയറുകൊണ്ട് ഉരലിൽ കെട്ടിയിട്ടു ഒരമ്മ ചെയ്യുന്നതാണോ താൻ ചെയ്തത്? ഇത് കൂടിപ്പോയില്ലേ എന്ന ചിന്തയാണ് യശോദയെ ലജ്ജിപ്പിച്ചത്. എല്ലാവരും അറിഞ്ഞില്ലേ ഇങ്ങനെ ഉരലിൽ കെട്ടിയിട്ട് കുഞ്ഞ് ഉരലിൽ വലിച്ചുകൊണ്ട് പോയത്? എല്ലാവരും അറിയുമ്പോൾ എത്രമാത്രം ലജ്ജയുണ്ടാക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കരമായ ഒരു വല്ലാതൊരു ലജ്ജ തോന്നി. കാരണം കണ്ണൻ്റെ ആ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നന്ദഗോപുർ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന കണ്ണനെ ഉരലിൽ നിന്ന് കെട്ടഴിച്ച് മോചിപ്പിച്ചു. കാരണം ഭഗവാൻ എല്ലാവരെയും മോചിപ്പിക്കുന്ന ആളാണ്. ഇവിടെ ഭഗവാനെ മോചിപ്പിക്കേണ്ടി വന്നു. താൻ കൊടുത്ത ശിക്ഷയിൽ യശോദ ലജ്ജിച്ചു പോയില്ലേ? അത്രമാത്രം വലിയൊരു ശിക്ഷ വേണ്ടായിരുന്നു എന്ന് ആ അമ്മയ്ക്ക് അപ്പോഴും തോന്നുന്നു. എന്താണ് താൻ ചെയ്തത്? പിഞ്ചു കുഞ്ഞിനെ കയറുകൊണ്ട് ഉരലിൽ കെട്ടിയിട്ട് ഒരമ്മ ചെയ്യുന്നതാണോ താൻ ചെയ്തത്? ഇത് കൂടിപ്പോയില്ലേ എന്ന ചിന്തയാണ് യശോദയെ ലജ്ജിപ്പിച്ചത്. എല്ലാവർക്കും സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നവനാണ് ഭഗവാൻ നാരായണൻ. ആ ഭഗവാനെയാണ് യശോദ ബന്ധിച്ച് നിർത്തിയത്. ബന്ധമോചനം വാങ്ങുന്നവനായി തീർന്നത്. ഇവിടെ ഭഗവാനുടെ ബന്ധമോചനം വാങ്ങുന്നവനായിട്ട് തീർന്നു. ഭഗവാൻ എല്ലാവരെയും മോചിപ്പിക്കുന്ന ഭഗവാനാണ്. പക്ഷേ ഇവിടെ തിരിഞ്ഞു. അമ്മ കെട്ടിയിട്ടിട്ട് ആ ബന്ധം മോചിപ്പിക്കാൻ നന്ദഗോപുരം എന്ന് മോചിപ്പിക്കേണ്ടി വന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് 10-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. മഹീരുഹോർമധ്യഗതോ ബദാർഭകോ ഹരേ പ്രഭാവാൽ അപരിക്ഷകോധുനാ ഇത് ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുൾപുരാധീശ്വര പാഹി മാം ഗദാൽ. ഇവിടെ നിന്ന് എപ്പോഴും കറണ്ട് പോക്കാം. അതാണ് ഇത് ഇടാനും നോക്കാൻ. ഇവിടെ കറണ്ട് മക്കൾ ഇരുന്നോ, പക്ഷേ മിണ്ടരുത്, സംസാരിക്കരുത്. മഹീരു വെട്ടം വരാതിരി മക്കൾ അങ്ങോട്ട് മാറി, നിന്റെ വെട്ടം അടിക്കുന്നത്. മഹീരുഹോർ മധ്യഗതോ ബദാർഭകോ ഹരേ പ്രഭാവാൽ അപരിക്ഷകോധുന ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുൾപുരാധീശ്വര പാഹി മാം ഗദാൽ. 2 മരങ്ങളുടെയും മധ്യത്തിൽ അകപ്പെട്ട ഉണ്ണിക്ക് ഹരിയുടെ പ്രഭാവത്താൽ കേടുപാടൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്താൽ അവർ ഭഗവാനെ, അത് അങ്ങയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നന്ദഗോപര് കെട്ടൊക്കെ അഴിച്ച് മോചിപ്പിച്ചിട്ട് കണ്ണനെ
ഒരു വിഷമമൊന്നും വന്നില്ലല്ലോ, അന്ന് ആശ്വാസം എന്നുള്ള രീതിയിൽ. കാരണം ഭഗവാൻ ഒന്നും സംഭവിച്ചു, കാരണം മരങ്ങളെല്ലാം പിഴുത് വീണു, ഉരലിൽ കെട്ടിയിട്ടേക്ക് കണ്ടപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ എന്ത് ചെയ്തേനെ. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും ആശ്വാസമൊക്കെ ആയി കണ്ണനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലയോ ഗുരുവായൂരപ്പ, ഇത് ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ രോഗം മാറ്റി തരണമേ. ഇത്രയെല്ലാം കാര്യകാരണങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഇദ്ദേഹം ഇതെല്ലാം കണ്ണനെ പ്രശംസിച്ച്, ഗുരുവായൂരപ്പ എന്തൊക്കെയാ പണ്ട് നടന്നത്, അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗങ്ങളെ മാറ്റി തരണമേ എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു. ഹരിയുടെ പ്രഭാവം കൊണ്ട് തന്നെയാണ് കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് അവർക്കറിയാം, സംശയമില്ല. കാരണം അവരെപ്പോഴും പറയും, കണ്ണൻ എന്ത് വന്നാലും ഭഗവാൻ നാരായണൻ രക്ഷിച്ചു, ഹരിയുടെ പ്രഭാവമാണ് എന്നെല്ലാം അവർ പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ അവർക്കറിയാം. പക്ഷേ ഇവിടെ എന്നാൽ ഈ ഉണ്ണി തന്നെയാണ് ഹരിയെന്നും ഈ ഉണ്ണിക്ക് കേടുപാട് വരുത്തത്തക്ക ആരും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്നുമുള്ള ബോധ്യം അവർക്കുണ്ടായില്ല. അവർക്കത് ഉണ്ടാകാൻ ഭഗവാൻ കണ്ണൻ യഥാർത്ഥ നാരായണനാണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇവിടെ ഭഗവാൻ രക്ഷിച്ചെന്ന് പറയുന്നു. പക്ഷേ ഭഗവാൻ തന്നെ രക്ഷിച്ചെന്ന് അവർക്കറിയില്ല. അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഭഗവാനെ അവർക്കറിയാം, ഈ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ച എൻ്റെ ഭഗവാനെ നാരായണ അങ്ങ് തന്നെയാണ് കുഞ്ഞിനെ രക്ഷിച്ചതെന്നൊക്കെ അവർ പറയും. പക്ഷേ ഈ ഹരി എന്ന് പറയുന്ന നാരായണനാണ് ഈ ഭഗവാൻ കൃഷ്ണൻ, ഈ കണ്ണൻ എന്ന് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് എപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ അങ്ങ് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചേ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഭഗവാൻ എന്താ, ഭഗവാൻ തന്നെയാണല്ലോ എന്ന് ഭഗവാനല്ലേ അറിയത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു, ഇത്രയും ഇവിടെ കറണ്ടിൻ്റെ പണിയായിരുന്നു, ഇവിടെ എല്ലാം കത്തിപ്പോയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും ഇതെല്ലാം പ്രാർത്ഥിക്കുക, ചൊല്ലി പഠിക്കുക.